ഒരു വ്യക്തി ഈ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ്, MLത്തിൽ ലീഡർഷിപ്പിനാണോ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് അതോ സെയിൽസിനാണോ? അത് അദ്ദേഹം ചോദിക്കാനുണ്ടായ ഒരു റീസണും കൂടെ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്. അതിന്റെ റീസൺ ഇതാണ്: നല്ല രീതിയിൽ സെയിൽസ് എടുത്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് പോലും പിന്നീട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വൈപ്പൗട്ടായി പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്, സെയിൽസിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ലീഡർഷിപ്പിനാണോ? ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വേണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നിരവധി വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യമാണ്, പ്രോസ്പെക്ടിങ് നടക്കണം, റീറ്റെയിലിംഗ് നടക്കണം. പ്രോസ്പെക്ടിങ് എന്നാൽ പുതിയ ആളുകൾ ബിസിനസ്സിലേക്ക് വരണം, സോ സെയിൽസ് അവിടെ നടക്കണം. റീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നല്ല നല്ല ലീഡേഴ്സ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോസ്പെക്ടിങ് എന്ന് പറയുമ്പോൾ സെയിൽസും, റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ലീഡർ ക്രിയേഷനുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസിന്റെ അടിത്തറ അതാണെങ്കിൽ നമ്മൾക്ക് സെയിൽസും വേണം, ലീഡർഷിപ്പും വേണം. ഇതിന് രണ്ടിനും ഈക്വൽ പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണ്, സെയിൽസിന്റെ ഭാഗമായിട്ട് സെയിൽസ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടീമിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടീമിന് നല്ലൊരു ഇൻകം കിട്ടുള്ളൂ, സെൽഫായിട്ടുള്ള ലീഡേഴ്സിന് നല്ല ഇൻകം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം കാര്യത്തിൽ വരുന്നത്, ടീമിന് എത്രയൊക്കെ പ്ലാൻ ഉണ്ടോ, ടീമിന് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടോ, ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെവൽ ഇനീഷ്യേറ്റീവ് വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ലീഡേഴ്സ് ആയിരിക്കും. അത് നോർമലായിട്ട് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇത് ആ ലീഡർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരികയും ടീമിന് നിരവധി പ്ലാനുകൾ ഉണ്ടെങ്കിൽ ആ പ്ലാനുകളൊക്കെ കവർ ചെയ്ത് കൊടുക്കുന്നതും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നതും എല്ലാം ആര് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ലീഡർ എന്ന് പറയുന്ന 1, 2, 3 വ്യക്തികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അത്രത്തോളം അതാത് ആളുകളുടെ സ്കില്ലാണ് കൂടുന്നത്. അതാത് ലീഡേഴ്സിന്റെ സംസാരം, കാര്യങ്ങൾ, അതുപോലെ തന്നെ മാനറിസം, അതുപോലെ തന്നെ ആ ഒരു സ്പീക്കിംഗ് സ്കിൽസ്, നോളജ്, ഇതൊക്കെ അവർക്കാണ് കൂടുന്നത്, ടീമിനല്ല കൂടുന്നത്, ടീം മെമ്പേഴ്സിനല്ല അത് കിട്ടുന്നത്. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരാൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ടും കൂടെ കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ലിബിൻ ഒരു ലീഡർ ആണെങ്കിൽ ലിബിന്റെ ടീമിൽ ഒരു 10ഓളം ആളുകൾ ഉണ്ടെങ്കിൽ ആ 10ഓളം ആളുകളെയും കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്താണ്? സെയിൽസിനാണ്. ലിബിൻ പ്ലാൻ കൊടുത്തു, അഥവാ ഒരു 10ഓളം ആളുകൾ വന്നു, ആ 10ഓളം ആളുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം സെയിൽസ് നടന്നു കേട്ടോ. അപ്പൊ സെയിൽസിന് പ്രാധാന്യമുണ്ട്. സെയിൽസ് നടന്നതിന് ശേഷം ഈ 10ഓളം ആളുകളെ ലിബിനെ പോലെയുള്ള നല്ല ലീഡർഷിപ്പിലുള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, ആ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലിബിൻ ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം? അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് പ്രോഗ്രാം കൊടുക്കണം, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം, പറയിപ്പിക്കണം, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ആവില്ല എന്നുള്ള ഒരു രീതിയിലോ, അല്ലെങ്കിൽ മേ ബി ഈ ലീഡർ നല്ല രീതിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ഡൗൺലൈൻ ലീഡേഴ്സ് എങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം വരണമെങ്കിൽ സാറ് തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണം, സാറ് പറഞ്ഞാലേ അദ്ദേഹം വരുള്ളൂ. അപ്പൊ നമ്മൾക്ക് ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ അത് പ്രൗഡ് മൊമെന്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു പ്രൗഡിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പ്ലാനും ആര് കൊടുക്കേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു മായാ ലോകത്തേക്ക് നമ്മൾ പോകും. അപ്പൊ അതിന് പകരം ഇവരെ കൊണ്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യിപ്പിക്കുക. ഇത് പലപ്പോഴും ചെയ്യുന്നത് നല്ല സെയിൽസ് ക്ലോസിംഗിലുള്ള ഒരു ലീഡർ 10ഓളോ 20ഓ 30ഓ ആളുകൾ ജോയിൻ ചെയ്യിപ്പിച്ച് ഈ 30 ആളുകളുടെ വർക്കും ഇതേ ലീഡർ തന്നെ നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കിങ്ങിലൂടെ എഫേർട്ട് എടുത്തു കൊടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സെയിൽസ് അവിടെ വന്നിട്ടുണ്ട്, ലീഡറിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ലീഡർ മറന്നൊരു കാര്യം, തനിക്കൊരു പാസീവ് മോഡൽ ബിസിനസ് ആയിട്ട് നെറ്റ്വർക്കിൽ വളരണമെങ്കിൽ, നെറ്റ്വർക്ക് മാറണമെങ്കിൽ തന്നെ പോലുള്ള ലീഡേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റീറ്റെയിലിംഗ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ലീഡർ ക്രിയേഷൻ കൂടെ നടക്കണം എന്നുള്ളത് ആ ഒരു ലീഡർ മറന്നു പോകുന്നു. അതാണ് പലപ്പോഴും മാർക്കറ്റിൽ നല്ല സെയിൽസ് കൊണ്ടുവരുന്ന ലീഡേഴ്സും ഭാവിയിൽ നോക്കുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആയി പോകുന്നതും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു പോകുന്നതിന്റെ മേജർ റീസൺ. അപ്പൊ നമ്മൾ എന്താ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാര്യം. ലീഡർഷിപ്പിലുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാനാണ് ഒരു ലീഡർ മാക്സിമം ലെവലിൽ ശ്രമിക്കേണ്ടത്. ടീമിനെ കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി വന്നിരിക്കുന്ന ആളുകളെ നമ്മളെപ്പോലെയുള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകളെ പിക്ക് ചെയ്യുക, അവരെ നമ്മളെപ്പോലെയുള്ള എബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അവരും കൂടെ നമ്മുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പോഴാണ് ഡ്യൂട്ടി ഡെലിഗേഷനും നടക്കുന്നത്, കൃത്യമായിട്ട് റിസൾട്ടും നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം. സെയിൽസിന്റെ പ്രാധാന്യം പറഞ്ഞു, ലീഡർഷിപ്പിന്റെ പ്രാധാന്യം പറഞ്ഞു. ഇനിയും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സ്കില്ലുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറുക, നല്ല രീതിയിൽ സ്കില്ലുള്ള വ്യക്തികളാക്കിയിട്ട് നിങ്ങളുടെ ടീമിലെ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അതാണ് സ്റ്റേബിൾ നെറ്റ്വർക്ക് ആയിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക കേട്ടോ. ആ കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ഇതിനേക്കാൾ നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.